എൻ്റെ ബാക്കി കാണുന്ന ഈ സ്ഥലമാണ് കൽപ്പാത്തി അമ്പലം. അതിൻ്റെ പ്രതിഷ്ഠയാണ് ഈ നേരെ കാണുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് മെയിൻ അമ്പലം വരുന്നത്. ഇവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അഗ്രഹങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗണപതി അമ്പലമുണ്ട്. ഇതൊക്കെ കൽപ്പാത്തി തെരുവുകളാണ്. ഇവിടെയാണ് രഥോത്സവം നടക്കുന്നത്. ഇപ്പോൾ ഒക്ടോബറാണ് ഞാനിന്ന് വന്ന് നിൽക്കുന്നത്. ഒക്ടോബർ 15-16 ഒക്ടോബർ 27-28 കണ്ടാണ് ഇവിടെ രഥോത്സവം വരുന്നത്. അപ്പോൾ പലതരം രഥങ്ങളിവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ ഈ രഥം ചുവന്നുകൊണ്ട് രഥം ഉരുട്ടിക്കൊണ്ട് ആൾക്കാർ പോകണ കാണാൻ പറ്റും. അതിനോടനുബന്ധിച്ച് തന്നെ അതൊരു 10 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കർണാടക മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട്. അതൊരു 7 ദിവസത്തേക്കായിരിക്കാം. 7 ദിവസത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. കൽപ്പാത്തി പാലക്കാട് അടുത്ത് തന്നെയാണ്, വളരെ അടുത്താണ്. ഇവിടെയാണ് അഗ്രഹാരങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കിതൊന്ന് പോയി കാണാം. ഇന്നിപ്പോൾ വലിയ തിരക്കില്ലെന്നാണ് പറയണത്. ഞങ്ങളെത്തിയത് ഉച്ചയ്ക്കാണ്. ഞങ്ങൾക്ക് ആഹാരം കഴിക്കണം. കൽപ്പാത്തി തന്നെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ കൽപ്പാത്തി മൊത്തത്തിൽ നിന്ന് കണ്ടിട്ട്, അഗ്രഹാരം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ കൂടെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ശിവൻ്റെ അമ്പലം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളാണ് ഇവരൊക്കെ. അങ്ങനെ ഇവരുടെ കുടിയേറി തമിഴ് ബ്രാഹ്മണരാണ്. അപ്പോൾ അവരുടെ തമിഴ് ബ്രാഹ്മണൻ്റെ ആദ്യത്തെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ പുഴ എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി പുഴയാണ്. കൽപ്പാത്തി പുഴ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴയുടെ നീളാനദിയുടെ കൈവഴിയായിട്ട് വന്ന ഒരു പുഴയാണ്. ഇവിടെ എത്തിയപ്പോൾ ഇത് കൽപ്പാത്തി പുഴയായിട്ട് മാറി. ഇത് നമ്മുടെ ഡാമുണ്ടല്ലോ ഇവിടുത്തെ, നമ്മുടെ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ കുണ്ടമ്പലം എന്ന് ഇവർ പറയാറുണ്ടെന്ന് പറയുന്നു. ഇവിടെ ലോക്കൽ ഒരാളെന്നോട് പറഞ്ഞാണ്. അധികവും ബ്രാഹ്മണർ തന്നെയാണ് ഇവിടെ. ഇവിടുത്തെ ഒരു സംസ്കാരവും തമിഴ് ബ്രാഹ്മണ ശൈലിയിലാണ് വീട് പണിതതും ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിൽക്കുന്നൊരു പ്രതീതി ഇപ്പോൾ എനിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു തമിഴ്നാട്ടിൽ ഒരു പ്രതീതിയുണ്ട്. ബാക്കി നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ വീടുകളൊക്കെ മഠം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം അയ്യങ്കാറുകളുടെ വീടുകളാണ്, അല്ലെങ്കിൽ അയ്യർ അല്ലെങ്കിൽ അയ്യങ്കാർ. ആരാണ് ഇവർ ശരിക്കും ആദിശങ്കരാചാര്യരുടെ ഫോളോവേഴ്സാണ്. ഇവർ തഞ്ചാവൂർ തിരുച്ചി ഒറിജിനായ തമിഴ് ബ്രാഹ്മിൻസാണ്. ഇവർ ശരിക്കും ഇതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്. കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന കഥ തന്നെയാണ്. പാലക്കാട് രാജാവിൻ്റെ ഭാര്യയായ ലക്ഷ്മി അമ്മാൾ ഒരിക്കൽ വാരാണസി കാശി വിശ്വനാഥനെ കണ്ടു. അവിടെ ചെന്നപ്പോൾ അവർക്കൊരു സ്വപ്നം കണ്ടു. ശിവൻ പ്രതിഷ്ഠിട്ട് പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ഇത് രഥധാമം. ഈ കാണുന്നതാണ് ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങി പോകാനുള്ള ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ. അതിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ കയറാം. ഞാനിന്ന് അമ്പലത്തിൽ കയറാൻ പോവാണ്. അത് കണ്ട് ഈ അഗ്രഹാരങ്ങളൊക്കെ ഒന്ന് കണ്ട് അവിടെ പോയി ചായയും കുടിച്ച് അല്ലെങ്കിൽ ചോറുണ്ടിട്ട് തിരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നതാണ് രഥം. ഇത് കംപ്ലീറ്റ് ആയിട്ട് വുഡിലുണ്ടാക്കിയതാണ്. ഇത് വലിയൊരു റോപ്പിൽ വലിച്ചു കെട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ആ സമയത്ത് നാദസ്വരമൊക്കെ ഉണ്ടാവും. ഈ തെരുവുകളിലൂടെ ആയിരിക്കും ഈ രഥത്തിനെ കൊണ്ടുപോവുക. ശരിക്കും കാണാൻ പറ്റുമെന്നറിയില്ല, ഒരു നിഴലൊക്കെ അടിക്കേണ്ട. പക്ഷേ ഇതാണ് രഥം. 2 രഥം ഉണ്ടെന്ന് തോന്നുന്നു. ഈ 2 രഥങ്ങൾ വലിച്ചു കെട്ടിക്കൊണ്ട് പോകും. ഇതിൽ ശിവനും പാർവതിയൊക്കെ ഇരുത്തിക്കാനും കൊണ്ടുപോവുക. 10 ദിവസത്തെ ഒരു ഉത്സവം ഉണ്ടാവും. അങ്ങനെ ഈ അഗ്രഹാരങ്ങളൊക്കെ 4 സ്ഥലങ്ങളുടെ വ്യാപിച്ചിറക്കുന്നുണ്ട്. ഓൾഡ് കൽപ്പാത്തി, ന്യൂ കൽപ്പാത്തി, ചാത്തപുരം, ഗോവിന്ദരാജപുരം, ഇങ്ങനെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിറക്കുന്നുണ്ട്. 1425 ഈ ക്ഷേത്രം പണിതത്. ഇതാണ് മെയിൻ ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലാണ് വിശ്വനാഥ സ്വാമിയും വിശാലാക്ഷിയും അല്ലെങ്കിൽ ശിവനും പാർവതിയും ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്ഷേത്രമായിട്ട് തോന്നുന്നു. വൃത്തിയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് കുറേ ഭക്തർ തൊഴുന്നത് കാണാം. ക്ഷേത്രം തുറന്നിട്ടില്ല ഇപ്പോൾ. സൈഡിലുള്ള ആ സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ കൽപ്പാത്തി പുഴയിലേക്ക് പോകാം. ഞാൻ അങ്ങോട്ടും പോവുകയുണ്ടായി. ഇത് ക്ഷേത്രത്തിൻ്റെ കൊടിമരമാണ്. പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉത്സവത്തിൻ്റെ. പിന്നെ ആ സൈഡിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുളത്തിലേക്ക് എത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയിലേക്ക് ഞാൻ പയ്യെ ഇങ്ങനെ പോവുകയാണ്. ഇതാണ് കുളക്കടവ്. ഇവിടെ ആൾക്കാർ കുളിച്ചിട്ട് മയങ്ങുന്നുണ്ട്. ഭക്തർ. ഈ കാണുന്നത് കൽപ്പാത്തി പുഴയാകുന്നു. പുഴ നിറഞ്ഞു കവിയുന്നുണ്ട് ഈ സ്ഥലത്ത്. മരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ പെട്ട് കിടക്കുകയാണ്, നമുക്ക് കാണാം. ഇത് കുറച്ച് നല്ല രസമായിട്ട് തോന്നി. പക്ഷേ ഇവിടെ പുഴയ്ക്ക് നല്ല ഒഴുക്കുണ്ട് ഈ സ്ഥലത്ത്. പക്ഷേ വേറെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണുന്ന പുഴയ്ക്ക് ഒഴുക്കേയില്ല. അതിന് വേറെ വല്ല കഴിവഴിയോ എല്ലാം ആയിരിക്കാം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഡാം തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം ഏതാണ്ട് കര കവിഞ്ഞിട്ടില്ല, എന്നാൽ കവിയണ പോലെയൊക്കെയാണ്. വെള്ളം വീണ സൗണ്ടൊക്കെ നമുക്കിപ്പോൾ കേൾക്കാം. ഇതാണ് കൽപ്പാത്തി പുഴ. കൽപ്പാത്തിക്കൂടെ ഒഴുകുമ്പോൾ ഇത് കൽപ്പാത്തി പുഴയായിട്ട് മാറി. തൃശ്ശൂർ കൂടെ ഒഴുകുകയാണെങ്കിൽ തൃശ്ശൂർ പുഴയായിട്ട് മാറും. സ്ഥലത്തിൻ്റെ പേരനുസരിച്ചിട്ട് നദിയുടെ പേര് മാറിയെങ്കിലും വെള്ളമൊക്കെ ഒന്ന് തന്നെ. ഇവിടെയൊക്കെ ടോയ്ലറ്റ് ഉണ്ട് എല്ലായിടത്തും. പിന്നെ പാമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ചുറ്റുപാടും കാടൊക്കെ പിടിച്ചേക്കുന്ന സ്ഥലമാണ്. പണ്ട് അല്ല ഇപ്പോഴും ബ്രാഹ്മണന്മാർ കൂടുതലുള്ള സ്ഥലങ്ങളാണിതെല്ലാം. തമിഴ് ബ്രാഹ്മണന്മാർ, പാലക്കാട്ടെ തമിഴ് ബ്രാഹ്മണർ ആദ്യം വന്ന് ഇവിടെയാണെന്നാണ് കേൾക്കുന്നത്. അതൊക്കെ പുഴയുടെ ഒഴുക്കുന്നു നോക്കാം.
കൽപ്പാത്തി ദക്ഷിണകാശി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ പുഴയിൽ മുങ്ങിക്കുളിച്ച് ഇവിടെ ദർശനം നടത്തിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നതാണ് പറയുന്നത്. എൻ്റെ പുണ്യപാദങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. എനിക്ക് ഏതാണ്ട് മോക്ഷം കിട്ടിയ അവസ്ഥ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. ആ വിശപ്പിൽ നിന്ന് മോക്ഷം കിട്ടാൻ നല്ലൊരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചാലേ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ള കാരണം ഇവിടെ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന ഒരു ഹോട്ടലുണ്ടെന്നാണ് പറയുന്നത്. അവിടെ ചെന്നാൽ നല്ല ഭക്ഷണം കിട്ടുമെന്നൊരു ലോക്കലായ ഒരാൾ പറയുകയുണ്ടായി. അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഓഫ് അങ്ങോട്ടേക്ക് പോവുകയാണ്, ഹോട്ടലിലേക്ക്. ഇതൊക്കെയാണ് അഗ്രഹാരങ്ങൾ അല്ലെങ്കിൽ തമിഴ് സ്ട്രീറ്റ്, ബ്രാഹ്മൺ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ. ഇതെല്ലാമാണ്. വീടുകളൊക്കെ നമുക്ക് കാണാം. എല്ലാത്തിനും ഒരു തമിഴ് ചായയും അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. ഇത് കേരളമാണോ തമിഴ്നാടാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. രണ്ടും കൂടി മിക്സിംഗ് ആയുള്ള സ്ഥലമാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന ഹോട്ടലിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഉൾവശമാണ്. ഞാനവിടെ കയറി കഴിച്ചു. അത്യാവശ്യം നല്ല ഭക്ഷണം, കാര്യമായിട്ട് ഉപ്പോ മുളകൊന്നും ഇല്ലാത്ത ഹെൽത്തിയായ ഒരു ഫുഡാണ്. എനിക്ക് ആകെ ടേസ്റ്റ് തോന്നിയത് അച്ചാറിനും പപ്പടത്തിനും മാത്രമാകുന്നു. പിന്നെ നല്ലൊരു പായസം അവർ തന്നിരുന്നു. അപ്പോൾ ഇതൊരു തമിഴ് ഭക്ഷണ രീതിയാണ്. അങ്ങനെ വിചാരിച്ചാൽ നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇപ്പോൾ കണ്ടത് ഗണപതി ക്ഷേത്രമാകുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ അവർ പുല്ല് വളർത്തുന്ന കുറേ ഏരിയകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണുകയാണ്. ഈ തടിയിട്ട അല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ പാലത്തിൽ കയറാൻ നോക്കിയാൽ താഴെ വീഴുമെന്നുള്ള ഭയത്താൽ ഞാൻ വേറെ വഴിക്കാണ് അങ്ങോട്ടേക്ക് ഞാൻ പോയത്. ഇവരുടെ വീട് സെറ്റപ്പ്, നല്ല അടിപൊളി സെറ്റപ്പായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. പുല്ലുണ്ട്, പിന്നെ കോഴികൾ ഇഷ്ടം പോലെയുണ്ട്, ഒരു ഏറുമാടമുണ്ട്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ വളർത്തുന്നുണ്ട്. അവർക്ക് സെൽഫ് സഫിഷ്യൻ്റായ ഒരു കൃഷിഭൂമിയൊക്കെ ഉള്ള സ്ഥലം തന്നെ കൂടിയാണ്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് എല്ലാം കിട്ടും. മീൻ വളർത്തലുണ്ട്. ഈ കാണുന്നൊരു മീൻ കുളമാണ്. അതിൽ ഫിലോപ്പിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ വാളയുണ്ട്. അങ്ങനെ ഇവർക്ക് മീൻ പിടിക്കാം, കോഴിയെ പിടിക്കാം. പിന്നെ പച്ചക്കറി ഇഷ്ടം പോലെയുണ്ട്, പുല്ലുണ്ട്. ഇത് പേളുണ്ട്, പിന്നെ കൊറിയനുണ്ട്, ഗ്രാസ്, പേൾ ഗ്രാസ് ആൻഡ് കൊറിയൻ ഗ്രാസ്. അപ്പോൾ എൻ്റെ കസിന് ഇങ്ങനെ ഇതിൻ്റെ ഒരു ബിസിനസ്സുണ്ട്. ഇതിപ്പോൾ മണ്ണൂത്തി അടുത്തുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ എൻ്റെ പുണ്യപാദങ്ങളായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് വാണിയമ്പാറയിൽ അടുത്താണ് ഇങ്ങേരുടെ വീട്. അപ്പോൾ പുല്ലിൻ്റെ ആവശ്യങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നേ ഉള്ളൂ. ഇത്രയും വിശാലമായ ഒരു പുൽമേടുകൾ ഞാൻ ആദ്യമായിട്ടല്ല, അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നന്നായിട്ട് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു 10-25 ജോലിക്കാരും ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ കാണാൻ ഭയങ്കര രസമാണ്. ഇതെല്ലാം കാണാൻ, പുല്ലൊക്കെ കറങ്ങാൻ നല്ല രസമല്ലേ. ശരിക്കും ഈ പുല്ലും വീടും കൂടെ വന്നാലേ അതിനൊരു ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ വീട്ടുകാരും പുല്ല് വയ്ക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എൻ്റെ വീട്ടിലും പണ്ട് പുല്ലുണ്ടായിരുന്നു. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാനില്ലാത്ത കാരണം ആ പുല്ലൊക്കെ അങ്ങ് പോയി. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പുല്ലുള്ള വീടുകളാണ് ഏറ്റവും ഭംഗിയുള്ളത്. ആ വീടിന് കുറച്ചും കൂടെ വലുതായിട്ട് ഒരു ലുക്ക് വരും ഈ പുല്ല് വന്നു കഴിഞ്ഞാൽ. വെജിറ്റേഷൻ നന്നായിട്ടുണ്ടാവില്ല. അതാണ് മുകളിലേക്ക് അധികം പൊങ്ങുകയും ചെയ്യില്ല. ഇതിനാണ് അധികം മെയിൻ്റനൻസ് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുല്ലിനൊക്കെ. എന്നാലും വെള്ളം ഒഴിക്കണം, ചെറിയ രീതിയിലൊക്കെ പരിപാലനമൊക്കെ വേണ്ടി വരും. ഇതും വളരെ ആദായകരമായ ഒരു കച്ചവടമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇങ്ങേരുടെ വീട്ടിൽ ഒരു ഏറുമാടമുണ്ട്. അതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കയറി പോകാനുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകളിലെത്തി കഴിഞ്ഞാൽ ബേസ്മെൻറ്റിൽ വയ്ക്കാനുള്ളൊരു പട്ട വച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ സാഹസികമായിട്ടാണ് ഞാൻ എൻ്റെ മുകളിൽ കയറി നിന്നത്. ഇവിടെ നോക്കി എല്ലാം കാണാം, ആ പരിസരം മുഴുവനും കാണാൻ പറ്റും എന്നുള്ള പ്രത്യേകത ഈ ഏറുമാടത്തിന് ഉണ്ട്. സെറ്റപ്പ് ട്രീ ഹൗസാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ അടിയിലൊരു പട്ട ഇടാനുണ്ട്, പിന്നെ മുകളിൽ ഇടാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാല് നിൽക്കുമ്പോൾ എൻ്റെ പുണ്യപാദങ്ങളൊക്കെ താഴെ പോകും. അതുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. സംഭവം അടിപൊളിയാണ്. പണി കഴിഞ്ഞാൽ ഇവിടെ നല്ല വ്യൂ ആണ്. ഇത് വലുതാവില്ല. അതിപ്പോ ഈ കഴിഞ്ഞ വർഷം മേടിച്ചു വെച്ചതേ ഞാൻ. ഒരു വർഷമായിട്ടുള്ളൂ. ബഡ് പ്ലാവ്. അത് ശരി.